ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സെയിൽസ്മാൻ ലെഡ്ജർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. സെയിൽസ്മാന് നമ്മൾ കമ്മീഷൻ സെറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഡീറ്റെയിൽസ് അയാളുടെ ആ സെയിൽസ്മാൻ്റെ ലെഡ്ജർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് റീറ്റെയിൽ ഐ ഡി സോഫ്റ്റ്വെയറിൽ നമ്മൾ റിപ്പോർട്ട്സിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക. റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സെയിൽസ് പേഴ്സൺ ലെഡ്ജർ അവൈലബിൾ ആണ്. സെയിൽസ് പേഴ്സൺ ലെഡ്ജർ. സോ നമ്മൾ സെയിൽസ് പേഴ്സൺ ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 1 മന്തിലെ ലെഡ്ജറാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 മന്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെയിൽസ് പേഴ്സൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ റാണി ശങ്കർ എന്ന് പറയുന്ന സെയിൽസ് പേഴ്സണെ സെലക്ട് ചെയ്തു. എന്നിട്ട് വ്യൂ റിപ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. വ്യൂ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടലായിട്ടുള്ള സെയിൽസ് എത്രയാണ്, അതിൽ എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി വേറെ ഒരു സെയിൽസ് പേഴ്സണെ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം, റോസ്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് പേഴ്സൻ്റെ ലെഡ്ജർ നോക്കുന്നത്. സെയിൽസ്മാൻ റിപ്പോർട്ട്സിൽ പോവുക. റിപ്പോർട്ട്സിൻ്റെ അകത്ത് സെയിൽസ്മാൻ ലെഡ്ജർ. Okay, thank you for watching this video. Thank you.